ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും വരാമെന്ന് വാഗ്ദത്തം ചെയ്ത യേശു ക്രിസ്തുവിൻ്റെ വല്ലഭത്തുമുള്ള നാമത്തിൽ ഇവർക്കും എൻ്റെ സ്നേഹവന്ദനം. നീ മതി യേശുവേ എന്ന യൂട്യൂബ് ചാനലിലൂടെ ദൈവത്തിൻ്റെ വചനം കേൾക്കുവാനും ഗ്രഹിപ്പാനും പഠിക്കുവാനും കർത്താവിനോട് ചേർന്ന് ജീവിക്കുവാനൊക്കെ ദൈവം ഈ ആയുസ്സിൽ നമുക്ക് നൽകുന്ന ഈ നല്ല അവസരങ്ങൾക്കായിട്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. പ്രത്യേകിച്ച് ഏവരെയും ഈ ഒരു കൂട്ടായ്മയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഈ മാസത്തിൻ്റെ അവസാന ഞായറാഴ്ച ദിവസമാണ്. ഇന്നത്തെ ദിവസം ദൈവത്തിൻ്റെ വചനം നമുക്ക് ഗ്രഹിക്കാം, കേൾക്കാം, പഠിക്കാം. അതിലൂടെ ക്രിസ്തുവിൽ വളരുവാനും ക്രിസ്തുവിലുള്ള ഒരു ക്രിസ്ത്യാനിയായിട്ടുള്ള ജീവിതമല്ല, ക്രിസ്തുവിലുള്ള ഒരു ജീവിതത്തിൽ ജീവിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഇവരെ സഹായിക്കട്ടെ. പ്രാർത്ഥനയോടുകൂടെ ഇന്നത്തെ ഈ ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ദൈവപുത്രന്മാരെ യഹോവയ്ക്ക് കൊടുപ്പിൻ, യഹോവയ്ക്ക് മഹത്വവും ശക്തിയും കൊടുപ്പിൻ. യഹോവയ്ക്ക് അവൻ്റെ നാമത്തിൻ്റെ മഹത്വം കൊടുപ്പിൻ. വിശുദ്ധാലങ്കാരം ധരിച്ച് യഹോവയെ നമസ്കരിപ്പിൻ. പ്രാർത്ഥിക്കാം. സ്തുതികളുടെ മധ്യേ വാസമായിരിക്കുന്ന സർവവല്ലഭനായ സ്വർഗീയ പിതാവാം നല്ല ദൈവം, കർത്താവെ, അങ്ങ് ഞങ്ങൾ സ്നേഹിക്കുന്നു, അങ്ങ് ഞങ്ങൾ ആരാധിക്കുന്നു, അങ്ങിൽ വിശ്വസിക്കുന്നു. പിതാവെ, അവിടുത്തെ സ്നേഹം, അവിടുത്തെ വീണ്ടെടുപ്പ്, അങ്ങ് നൽകിയിരിക്കുന്ന രക്ഷ എന്ന ദാനത്തിനായി ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ഈ ചെറിയ ജീവിതത്തിനായി സ്തോത്രം അപ്പ. കർത്താവെ, ഓരോ നാളും ദൈവസ്നേഹത്തിൽ വസിപ്പാനും ദൈവകൃപയിൽ വളരുവാനും ദൈവിക നന്മകൾ സ്വായത്തമാക്കുവാനും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളും സ്വർഗത്തിലെ പിതാവായ ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ച് കാക്കുന്നുണ്ടല്ലോ, സ്തോത്രം ചെയ്യുന്നു അപ്പ. സൈന്യത്താലുമല്ല, ശക്തിയാലുമല്ല, ദൈവത്തിൻ്റെ ആത്മാവ് നാൾതോറും ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ദുഃഖങ്ങളെ, ക്ലേശങ്ങളെ മാറ്റി ദൈവം ഞങ്ങൾക്ക് സന്തോഷവും സമാധാനവും നൽകുന്നതോർത്ത് സ്തോത്രം ചെയ്യുന്നു. നന്ദി പിതാവേ. ഇന്ന് ഞങ്ങൾ ധ്യാനിക്കുവാൻ പോകുന്ന വേദഭാഗത്തിനായി സ്തോത്രം. അതിനെ വാഴ്ത്തി അനുഗ്രഹിച്ച് നൽകണമേ അപ്പ. അടിയങ്ങൾക്ക് കർത്താവ് ഏറ്റവും ബ്ലെസ്സിങ് ആയിട്ടുള്ള ദൈവവചന സന്ദേശം കേൾപ്പിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മകൾക്കായി സ്തോത്രം, അനുഗ്രഹങ്ങൾക്കായി വാഴ്ത്തുന്നു. കർത്താവെ, മുന്നോട്ടുള്ള ജീവനാളുകൾ അധികമായ ദൈവകൃപ പകരണമെന്ന് പ്രാർത്ഥിക്കും. പൂർണ്ണമായി ഞങ്ങൾ തന്നെ സമർപ്പിക്കട്ടെ. യേശു രക്ഷിതാവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. പ്രിയരെ, കഴിഞ്ഞ ആഴ്ചയിൽ ദൈവവചന ധ്യാനത്തിൻ്റെ ഒടുവിൽ ചോദിച്ച ചോദ്യം ഇതായിരുന്നു: എന്തിനു വേണ്ടിയുള്ള വിശപ്പിനെയാണ് ദൈവം ഈ ലോകത്തേക്ക് അയക്കുന്നത്? കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയിരുന്നവരെല്ലാം ശരിയായ ഉത്തരമാണ് രേഖപ്പെടുത്തിയിരുന്നത്. ഉത്തരം ഇതാണ്: വേർഡ് ഓഫ് ഗോഡ്, ദൈവവചനത്തിന് വേണ്ടിയുള്ള വിശപ്പിന് ഈ ലോകത്തേക്ക് അയക്കുമെന്നാണ് പ്രവാചകനിലൂടെ ദൈവം അരുളി ചെയ്തത്. കമൻറ്റ് ബോക്സിൽ ഉത്തരം രേഖപ്പെടുത്തിയ എല്ലാവരോടുമുള്ള നിസ്സീമമായ നന്ദി ഞാൻ അറിയിച്ചു കൊള്ളട്ടെ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. വേദപുസ്തക വചനങ്ങൾ പഠിക്കുമ്പോൾ അതിൻ്റെ ആഴത്തട്ടിലുള്ള ചിന്തകൾ നമ്മുടെ ഹൃദയത്തെ സ്പർശിക്കട്ടെ. അതിൽ ജീവിക്കുവാൻ, വളരുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് സഹായിക്കട്ടെ. ഇന്നത്തെ ധ്യാനത്തിൻ്റെ ഒടുവിലും ഒരു ചോദ്യമുണ്ടാകും. ശ്രദ്ധയോടുകൂടെ ദൈവവചനം കേൾക്കുക. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി എടുത്തിരിക്കുന്ന തിരുവചന വേദഭാഗം വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 5, 6, 7 വാക്യങ്ങളാണ്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രാർത്ഥനയ്ക്കുള്ളിലെ മനോഭാവം, അവർ ആറ്റിറ്റ്യൂഡ്സ് ഇൻ പ്രെയർ എന്നതാണ് ഇന്നത്തെ ചിന്താവിഷയം. പ്രാർത്ഥനയ്ക്കുള്ളിലെ മനോഭാവം വളരെ വ്യത്യസ്തമായ ഒരു തീമാണ്. പക്ഷേ കേൾക്കുമ്പോൾ വളരെ ജനറൽ ആയിട്ടുള്ള പൊതുവായ ഒരു ചിന്താവിഷയമായിട്ടേ നമുക്ക് തോന്നുകയുള്ളൂ. 2 ചോദ്യം. ഒന്ന്, ദൈവം എങ്ങനെയാണ് നമ്മുടെ പ്രാർത്ഥനകൾക്ക് മറുപടി നൽകുന്നത്? 2, എന്തുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനകൾക്ക് മറുപടി ലഭിക്കുന്നില്ല? വാസ്തവത്തിൽ എൻ്റെ ചോദ്യം ഇതാണ്: നാം വാസ്തവത്തിൽ ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നവനെന്നും പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകുന്നവനെന്നും നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? മനഃശാസ്ത്രപരമായ തലങ്ങളിലൂടെയാണ് ഇന്ന് നിങ്ങളെ ഞാൻ നയിക്കുവാൻ ആഗ്രഹിക്കുന്നത്. കാരണം ഞാൻ വിശദമാക്കാം. ചില വേളകളിലൊക്കെ നാം ചില വിഷയങ്ങൾക്ക് വേണ്ടി ഒരുപാട് നാളുകൾ പ്രാർത്ഥിച്ച അനുഭവങ്ങളുണ്ട്. പക്ഷെ മറുപടി ലഭിച്ചിട്ടില്ല. ഇതുവരെ നമുക്ക് ലഭിച്ചിട്ടില്ല. നാം വളരെ ഏണസ്റ്റ് ആയിട്ട്, അല്ലെ വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ട് നാം പ്രാർത്ഥിച്ചിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. ഇനി ഇതേ വിഷയത്തിനാകാം, മറ്റൊരു വിഷയത്തിനാകാം, വീണ്ടും നാം പ്രാർത്ഥിക്കുവാൻ ചെല്ലുമ്പോൾ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ദൈവം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുമെന്ന്?
കാരണം ഇന്നലകളിൽ പ്രാർത്ഥിച്ച അനേക വിഷയങ്ങൾക്ക് മറുപടി ലഭിച്ചിട്ടില്ല. വീണ്ടും നിങ്ങൾ പുതിയ വിഷയങ്ങൾക്കായി പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ദൈവം മറുപടി നൽകുമെന്ന്? അതിൻ്റെ ഒരു സാരാംശം എന്ന് പറയുന്നത്, പലപ്പോഴും ഒന്നും കിട്ടാതിരുന്നിട്ടും നാം വീണ്ടും വീണ്ടും പ്രാർത്ഥിക്കുമ്പോഴും നമുക്കറിയാം ഇതൊന്നും നടക്കുവാൻ പോകുന്നില്ല, കിട്ടുവാൻ പോകുന്നില്ല. നാം ഒരു ദൈനംദിന ഒരു ഡ്യൂട്ടി പോലെ നാം പ്രാർത്ഥിക്കുന്നു, മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നു. ശരിയല്ലേ പ്രിയമുള്ളവർ? ഇതൊരിക്കലും നമുക്ക് തിരസ്കരിക്കുവാൻ കഴിയുന്ന ഒന്നല്ല. ഇത് സത്യമായ ഒരു കാര്യമാണ്. ഒരുപക്ഷെ ഞാനും നിങ്ങളുമായിട്ട് പേഴ്സണലായിട്ട് നമ്മളിരുന്ന് കുറേ നേരം സംസാരിക്കുകയാണെങ്കിൽ ആരംഭമൊക്കെ നിങ്ങൾ പറയില്ല, ദൈവം പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ്, മറുപടി നൽകും, ഇന്നല്ലെങ്കിൽ നാളെ എന്നൊക്കെ നമ്മൾ പറയും. പക്ഷേ നിങ്ങൾ പ്രാർത്ഥിച്ച ചില വിഷയങ്ങളെ ഞാൻ അത് വെളിപ്പെടുത്തി നിങ്ങളോട് സംസാരിക്കുമ്പോൾ നിങ്ങൾ പറയുന്ന അത് ദൈവത്തിൻ്റെ ഹിതം പോലെ നടക്കട്ടെ. ഈ ഒരു ആൻസർ ആയിരിക്കുമെന്ന്. അതിനർത്ഥം നാം പ്രാർത്ഥിക്കുമ്പോൾ എന്താണ്, നമുക്ക് ഒരു ഷുവർട്ടി ഇല്ല. കാരണം ഇന്നലകൾ അതാണ് സംഭവിച്ചിരിക്കുന്നത്. പ്രിയമുള്ളവരെ, ഇന്ന് പ്രഭാതത്തിൽ നാം ധ്യാനിക്കുന്ന അത് തന്നെയാണ്. നാം പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയ്ക്കുള്ളിലെ നമ്മുടെ ആറ്റിറ്റ്യൂഡ്, നമ്മുടെ മനോഭാവം എന്തായിരിക്കണം? 4 കാര്യങ്ങളാണ് ഇന്ന് പ്രഭാതത്തിൽ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നത്. ഒരു വിഷയം ഞാൻ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കുമ്പോൾ, ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ആ വിഷയവും ദൈവവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അതിനുള്ളിൽ എൻ്റെ ആറ്റിറ്റ്യൂഡ് എന്തായിരിക്കണം, എൻ്റെ മനോഭാവം എന്തായിരിക്കണം, എൻ്റെ നിശ്ചയദാർഢ്യം, എൻ്റെ ഉറപ്പ് എന്തായിരിക്കണം, എൻ്റെ എക്സ്പെക്റ്റേഷൻ എന്തായിരിക്കണം? ഇത് നാം വ്യക്തമായി പഠിച്ചു കഴിഞ്ഞാൽ ഈ പ്രാർത്ഥന എന്ന് പറയുന്നത് നമുക്ക് ഒരു ഉത്സവമായി മാറും. ഇറ്റ്സ് ബിക്കം എ സെലിബ്രേഷൻ. ആ ഒരു വലിയ ഒരു ഉത്സവം, ആഘോഷമായി മാറുമെന്നുള്ളതാണ്. പ്രേയേഴ്സ് ആർ ബിക്കം എ സെലിബ്രേഷൻ ഇൻ അവർ ലൈഫ്. പ്രിയമുള്ളവരെ, വാസ്തവത്തിൽ പ്രാർത്ഥന എന്ന് പറയുന്ന ഒരു വലിയ സെലിബ്രേഷനാണ്. ജീവിതത്തിലെ ഒരു ഉത്സവമാണ്. പ്രാർത്ഥിക്കുവാനായി ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന ഒരു നിറവും ഒരു ബോൾ. പക്ഷെ ഇത് നമുക്ക് അനുഭവിക്കണമെങ്കിൽ ഈ 4 കാര്യങ്ങളെക്കുറിച്ച് നാം മനസ്സിലാക്കണം. ഈ 4 ആറ്റിറ്റ്യൂഡ്. ഒന്നാമത്തേത്, ദൈവത്തിൻ്റെതായ സമയത്ത് മറുപടി നൽകിയാൽ മതി എന്ന ആഗ്രഹം എന്നിലും നിങ്ങളിലും രൂപപ്പെടണം. ഓർക്കണേ, നാം പ്രാർത്ഥിക്കുവാനായി ചെല്ലുമ്പോൾ ദൈവത്തിൻ്റെതായ സമയത്ത് എനിക്ക് ഉത്തരം തന്നാൽ മതി, മറുപടി നൽകിയാൽ മതി എന്ന ആഗ്രഹം നമ്മിൽ ഉണ്ടാകണം. ഹല്ലേലൂയ, ആമേൻ. ഇതെപ്പോഴെങ്കിലും നാം ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മളെപ്പോഴും പ്രാർത്ഥനയ്ക്കായി ചെല്ലുമ്പോൾ നാം പ്രാർത്ഥിക്കുന്നുണ്ട്, എനിക്ക് ഉടനെ ദൈവം മറുപടി തരണം, ഇന്നല്ലെങ്കിൽ നാളെ, അല്ലേ? പക്ഷേ എപ്പോഴും നാം ചിന്തിച്ചിട്ടുണ്ടോ, ദൈവത്തിൻ്റെ സമയത്തിന് എനിക്ക് തന്നാൽ മതി, ഞാനിത് പ്രാർത്ഥിച്ചു, ദൈവമേ അങ്ങ് ഉദ്ദേശിക്കുന്ന സമയത്ത് മാത്രം എനിക്ക് മറുപടി നൽകിയാൽ മതി എന്ന ആറ്റിറ്റ്യൂഡ് നമ്മിൽ ഉണ്ടായിട്ടുണ്ടോ? അതായത് അക്കോർഡിംഗ് ടു ഹിസ് ഷെഡ്യൂൾ, ഹിസ് ടൈം ടേബിൾ, ദൈവത്തിൻ്റെ സമയപ്രകാരം, സമയ പട്ടികയിൻ പ്രകാരം എനിക്ക് ഉത്തരം ലഭിച്ചാൽ മതി. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ, വെനെവർ ഗോഡ്സ് തിങ്ക് ഈസ് ബെസ്റ്റ്, അതായത് ഇത് നല്ല സമയം എന്ന് ചിന്തിക്കുന്ന സമയത്ത് ദൈവം ചിന്തിക്കുകയാണ് ഇത് നല്ല സമയം, എൻ്റെ മകന്, മകള്, എൻ്റെ കുടുംബത്തിന്, ഈ ജനത്തിന് ഉത്തരം നൽകുവാനായിട്ട് മറുപടി നൽകി, ഇത് നല്ല സമയമെന്ന് ദൈവം ചിന്തിക്കുന്ന സമയത്ത് എനിക്ക് ഉത്തരം ലഭ്യമായാൽ മതി എന്ന ചിന്ത. ദൈവം പല സമയത്തും നമുക്ക് നമ്മുടെ പ്രാർത്ഥനകൾക്ക് മറുപടി തരുവാൻ കാലതാമസം വരുത്താറുണ്ട്. ആ സമയങ്ങളിലൊക്കെ നമ്മൾ ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടാകാറുണ്ട്. ഒന്ന്, എന്തുകൊണ്ട് ദൈവം എനിക്ക് വേണ്ടി വേഗത്തിൽ പ്രവർത്തിക്കുന്നില്ല? 2, എന്തുകൊണ്ട് ദൈവം കാലതാമസം വരുത്തുന്നു? 3, എനിക്ക് നൽകേണ്ടുന്ന, ലഭിക്കേണ്ട നന്മകളെ എന്തുകൊണ്ട് ദൈവം തടസ്സപ്പെടുത്തി വച്ചിരിക്കുന്നു? ഈ ചോദ്യങ്ങളൊക്കെ നമ്മുടെ പ്രാർത്ഥനയ്ക്കുള്ള മറുപടിക്കുള്ള കാലതാമസം നേരുമ്പോൾ നാം ചിന്തിച്ചു പോകുന്നതാണ്. ഇത് വളരെ ആന്തരികമാണ്, നാം ആരോടും പറയാറില്ല, ഇത് വളരെ ആന്തരികമാണ്. ഇതേ ചോദ്യങ്ങൾ തന്നെയാണ് വേദപുസ്തകത്തിൽ ലൂക്കോസ് എഴുതിയ സുവിശേഷത്തിൽ സെഖരിയ പുരോഹിതന് ഉണ്ടായിരുന്നത്. സെഖരിയ പുരോഹിതന്റെ ജീവിതത്തിലൂടെ കടന്നുപോയത്
ഇതേ ചിന്തകളാണ്. ഒരു സാധാരണ മനുഷ്യന്റെ, ഒരു ശരാശരി ദൈവവൈദ്യന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ചോദ്യങ്ങൾ തന്നെയാണ് സെഖരിയ പുരോഹിതന്റെ ജീവിതത്തിലൂടെയും കടന്നുപോയത്. ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നത് ഹീസ് ബിക്കം എ സ്കെപ്റ്റിക് എന്നുള്ളതാണ്. ഈ സ്കെപ്റ്റിക് എന്ന് പറയുന്നത് ഒരു അവിശ്വാസം, ഒരു സംശയം, അതുപോലെ തന്നെ ഒരു നിശ്ചയമില്ലായ്മ, ഉറപ്പില്ലാത്ത ഒരു അനുഭവത്തിലൂടെയാണ് സെഖരിയ പുരോഹിതൻ തൻ്റെ ജീവിതത്തിലൂടെ കടന്നുപോയത്. നമുക്കറിയാം, സെഖരിയാവ് എലിശബത്ത് ദൈവത്തിൻ്റെ ഏറ്റവും നല്ലൊരു ശുശ്രൂഷകനായിരുന്നു, ഒരു പുരോഹിതനായിരുന്നു. അതുപോലെ എലിശബത്തും നല്ലൊരു തുണയായിരുന്നു, നല്ലൊരു പാർട്ണറായിരുന്നു ലൈഫിൽ. പക്ഷെ ഇവർക്ക് കുഞ്ഞുങ്ങളില്ലായിരുന്നു. എലിശബത്ത് മച്ചിയായിരുന്നു എന്ന വേദപുസ്തകം പഠിപ്പിക്കുന്നത്. ലൂക്കോസ് വിശേഷം 1-ാം അധ്യായം 13-ാമത്തെ വാക്യം വായിക്കുമ്പോൾ പറഞ്ഞിരിക്കുന്നു, ഗബ്രിയേൽ ദൂതൻ അവരോട് പറഞ്ഞത്, സെഖരിയാവെ ഭയപ്പെടേണ്ട, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി നിന്റെ ഭാര്യ എലിശബത്ത് നിനക്കൊരു മകനെ പ്രസവിക്കും. ആമേൻ. പ്രിയമുള്ളവരെ, ഇവിടെ പറയുകയാണ്, ഇവിടെ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ആയി. ചില സമയത്തൊക്കെ ഈ ഇൻഷുറൻസ് ഓഫീസിൽ നിന്ന് കോള് വരാറുണ്ട് അല്ലേ, അല്ലെങ്കിൽ മെസ്സേജ് വരാറുണ്ട്, യുവർ പോളിസി ബിക്കം മെച്യൂർഡ്. എപ്പോഴോ ഇൻവെസ്റ്റ് ചെയ്തത് ഇപ്പോൾ ഇതാ മെച്യൂർഡ് ആയിരിക്കുകയാണ്. ഈ ഒരു വാർത്തയാണ് വരുന്നത്. സെഖരിയാവിനോട് എലിശബത്തിനോട് പറയുകയാണ്, നിങ്ങൾ എപ്പോഴോ പ്രാർത്ഥിച്ച പ്രാർത്ഥനയ്ക്ക് ഇതാ ഈ വാർദ്ധക്യ കാലഘട്ടത്തിൽ ഉത്തരമായിരിക്കുകയാണ്. യുവർ പോളിസി ബിക്കം മെച്യൂർഡ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് നരേറ്റ് ചെയ്തിരിക്കുകയാണ് ഈ സംഭവത്തെ. പ്രിയമുള്ളവരെ, നിന്റെ ഭാര്യ എലിശബത്ത് നിനക്ക് ഒരു മകനെ പ്രസവിക്കും. പക്ഷേ ഇത് കേട്ട മാത്രയിൽ സെഖരിയാവിന് അത് ഉൾക്കൊള്ളുവാൻ കഴിഞ്ഞില്ല, അക്സെപ്റ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല. നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി എന്ന് ആരാവെന്ന് പറയുന്നത്? ദൈവത്തിൻ്റെ ദൂതനായ ഗബ്രിയേൽ എന്ന് പറയുകയാണ്. പക്ഷെ അത് അക്സെപ്റ്റ് ചെയ്യുവാൻ, ഉൾക്കൊള്ളുവാൻ സെഖരിയാവിന് കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ സെഖരിയാവ് ചോദിക്കുകയാണ് 18-ാമത്തെ വാക്യത്തിൽ, ഇത് ഞാൻ എന്തോന്നിനാൽ അറിയും? ഞാൻ വൃദ്ധനും എൻ്റെ ഭാര്യ വയസ്സ് ചെന്നവളും അല്ലോ. അതിനർത്ഥം നല്ല കാലത്തൊന്നും ഞങ്ങൾക്കൊരു നന്മയും കിട്ടിയിട്ടില്ല. ഞങ്ങൾ ദൈവത്തെ സേവിച്ചു, ഞങ്ങളെക്കുറിച്ച് നല്ല പേരാണുള്ളത്, സമൂഹത്തിലും സഭയിലുമെല്ലാം നല്ല പേരാണുള്ളത്. പക്ഷേ നല്ല കാലത്ത് ഞങ്ങൾ എത്രയോ പ്രാർത്ഥിച്ചു, ഞങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തു, കണ്ണുനീരൊഴുക്കി, മുട്ടിന്മേൽ നിന്നു, ദൈവത്തോട് കരഞ്ഞു. ഞങ്ങൾ മുറി അടച്ചിട്ട് കരം കോർത്ത് പിടിച്ച് ഒരു കുഞ്ഞിനായിട്ട് ഞങ്ങൾ കരഞ്ഞ് നിലവിളിച്ച രാത്രികൾ, ഞങ്ങൾ എത്രയോ പകൽ വേളകൾ മനുഷ്യൻ ഞങ്ങളെ നോക്കി നിന്നയോടെ അപമാനത്തോടെ നോക്കുമ്പോൾ കുഞ്ഞുങ്ങളില്ലാത്തവരെന്ന ആ ഒരു പേരോടുകൂടെ ഞങ്ങൾ മുന്നോട്ട് യാത്ര ചെയ്യുമ്പോഴൊക്കെ രാത്രിയുടെ യാമങ്ങളിൽ ഞങ്ങൾ കരഞ്ഞത്, നിലവിളിച്ചത്, ഓ എൻ്റെ ദൈവമേ. അപ്പോഴൊന്നും ഞങ്ങൾക്കൊന്നും കിട്ടിയിട്ടില്ല, അപ്പോഴൊന്നും ഒന്നും കിട്ടിയില്ല. ഇപ്പോഴത്തെ വാർദ്ധക്യത്തിൽ നോ, ഹൗ ഇറ്റ് പോസിബിൾ? ദൂതനോട് ഗബ്രിയേലിനോട് പറയും, ഇതെങ്ങനെ സംഭവിക്കുവാൻ പോകുന്നു? ഞാൻ വിശ്വസിക്കുന്നില്ല. അതാ അതിൻ്റെ അർത്ഥം, ഞാൻ വിശ്വസിക്കുന്നില്ല. പലപ്പോഴും ഇതാണ് പ്രിയമുള്ളത്. ഞാൻ ആരംഭത്തിൽ ആമുഖത്തിൽ പറഞ്ഞു, എനിക്ക് മറുപടിയൊന്നും അങ്ങനെ ലഭിക്കുകയില്ല. കാരണം എത്രയോ വിഷയമൊക്കെയായി പ്രാർത്ഥിച്ചു, ഇനി ഏത് വിഷയത്തിന് ഇപ്പോൾ വരാൻ പോകുന്നു? ഇല്ല, അതൊന്നും നടക്കത്തില്ല. പിന്നെ നമ്മൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന എന്നുള്ളൊരു കടമ, ഒരു റെസ്പോൺസിബിലിറ്റി, ദാറ്റ് ഐ എം ഡൂയിങ്. ഇവരുടെ സംഭാഷണത്തിൽ നമുക്ക് മനസ്സിലാകുന്നത്, എത്രയോ നാളുകൾക്ക് മുൻപ് പ്രാർത്ഥിച്ച വിഷയത്തിൻ്റെ മറുപടി ഇതാ ഇവരുടെ മുന്നിൽ വന്ന് നിൽക്കുകയാണ്. ഇപ്പോൾ ഇതാ ഞാനും എൻ്റെ ഭാര്യയും വൃദ്ധരാണ്, ഞങ്ങൾ വർഷങ്ങൾക്ക് മുൻപ് പ്രാർത്ഥിച്ചതിൻ്റെ മറുപടി ഇപ്പോഴാണോ ഞങ്ങൾക്ക് ലഭിക്കുന്നത്? ഇവിടെ സെഖരിയ ബിക്കം ഡിപ്ലോമാറ്റിക്, ഒരു ഡിപ്ലോമാറ്റിക്കായിട്ട് മാറുകയാണ്. അതായത് ഒരു നയത്തോടെ ചോദിക്കുകയാണ്, എപ്പോഴോ ഒരിക്കൽ നല്ല കാലത്ത് ഇൻവെസ്റ്റ് ചെയ്തത് അത് ഇപ്പോഴാണോ അതിൻ്റെ പ്രോഫിറ്റ്, അതിൻ്റെ ബെനിഫിറ്റ് എനിക്ക് കിട്ടുന്നത്? എപ്പോഴോ ഒരിക്കൽ ഞാൻ പ്രാർത്ഥിച്ചതിൻ്റെ നന്മ ഇപ്പോഴാണോ എനിക്ക് വരുന്നത്? പ്രിയരെ, ദൈവം ജീവിതത്തിൽ കാലതാമസം വരുത്താറുണ്ട്, സത്യമാണ്. ദൈവം നമ്മുടെ പ്രാർത്ഥനകൾക്ക് മറുപടി നൽകുവാൻ കാലതാമസം വരുത്താറുണ്ട്. നാം ചെയ്യേണ്ടത് എന്തെന്നാൽ
ദൈവത്തിന് ശരിയായ സമയത്ത് എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കട്ടെ, നിറവേറ്റട്ടെ എന്ന ആറ്റിറ്റ്യൂഡ്, എന്ന മനോഭാവം നമ്മിൽ ഉണ്ടാകണം എന്നുള്ളതാണ്. ലെറ്റ് ഹിം ഡു ദ മിറക്കിൾ, ദ ആൻസർ ഇൻ ഹിസ് ഓൺ ടൈം. ദൈവത്തിൻ്റെ സമയത്ത് എൻ്റെ ജീവിതത്തിന് മറുപടി തരട്ടെ, എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരട്ടെ. ഓർക്കുക, നാം ഏതെങ്കിലും ഒരു വിഷയത്തിനായി പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ സന്നിധിയിൽ. ആ പ്രാർത്ഥന നാം ഉരുവിടുമ്പോൾ, സമർപ്പിക്കുമ്പോൾ തന്നെ, നാം കണ്ണുനീരോടെ സമർപ്പിക്കുമ്പോൾ തന്നെ അത് ദൈവം കേട്ട് കഴിഞ്ഞു. പ്രിയമുള്ളവരെ, അത് ഫിക്സ് ചെയ്യുക, നിങ്ങളുടെ ബ്രെയിനിൽ ഫിക്സ് ചെയ്യുക. ദൈവം കേട്ടു കഴിഞ്ഞു, എൻ്റെ കണ്ണുനീർ കണ്ടു കഴിഞ്ഞു. ഇന്ന് പ്രഭാതത്തിൽ 5 മണിക്ക് എഴുന്നേറ്റ് ഞാൻ മുട്ടിന്മേൽ നിന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചു എങ്കിൽ ആ പ്രാർത്ഥന എൻ്റെ ദൈവം കേട്ട് കഴിഞ്ഞു. പ്രിയമുള്ളവരെ, പക്ഷേ മറുപടി കിട്ടുവാൻ വൈകും. കാരണം ദൈവത്തിൻ്റെ സമയത്ത് അതെൻ്റെ ജീവിതത്തിൽ നടക്കട്ടെ. നാം ചിന്തിക്കണം, എൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടു, പക്ഷെ എനിക്ക് ആൻസർ കിട്ടേണ്ടത് എൻ്റെ സമയത്തിന് വേണ്ട, ദൈവത്തിൻ്റെ സമയത്തിന് എനിക്ക് ആൻസർ, മറുപടി കിട്ടട്ടെ എന്നുള്ള നമ്മുടെ ആറ്റിറ്റ്യൂഡ്. പ്രിയമുള്ളവരെ, ദൈവം പ്രാർത്ഥന കേട്ട ശേഷം നമുക്ക് മറുപടി തരുവാൻ ലഭിക്കുന്ന കാലതാമസം നമ്മുടെ ജീവിതത്തിൻ്റെ കഠിനമായ ഒരു കാലഘട്ടമായിരിക്കും. വളരെ സൈക്കോളജിക്കലായിട്ട് ഞാൻ പറയുകയാണ്. ഇന്ന് ഞാൻ പ്രാർത്ഥിച്ചു, എനിക്ക് മറുപടി കിട്ടുന്നതും 5 വർഷത്തിന് ശേഷമാണ്. ഈ 5 വർഷവും നമ്മുടെ ജീവിതം വളരെ കഠിനമായ ശോധനകളിലൂടെയൊക്കെ കടന്നു പോകുന്ന കാലഘട്ടമായിരിക്കും. അവിടെയാണ് ദൈവത്തിൻ്റെ സമയത്ത് നടന്നാൽ മതിയെന്ന് നമ്മുടെ ഹൃദയത്തിൽ നിശ്ചയിക്കേണ്ടത്. സാരമില്ല, ഈ 5 വർഷം എൻ്റെ ജീവിതത്തിൽ പാടുകൾ, ഈ 10 വർഷം എൻ്റെ ജീവിതത്തിൽ വേദനകൾ, സാരമില്ല, ഞാൻ സഹിക്കുവാൻ ഒരുക്കമാണ്, ഞാൻ അത് ഏറ്റെടുക്കുകയാണ്. എന്ത് സ്ട്രഗിൾ വന്നാലും ദൈവവിശ്വാസം, ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ഈ ശോധനകളും പരീക്ഷകളും പ്രതിസന്ധികളും ഒക്കെ ഞാൻ ഏറ്റെടുക്കുവാൻ ഒരുക്കമാണ്. പക്ഷേ എൻ്റെ ആഗ്രഹം ദൈവത്തിൻ്റെ സമയത്ത് എനിക്ക് മറുപടി തന്നാൽ മതി. അങ്ങനെ ചോദിക്കുവാൻ നമുക്കൊണ്ട് കഴിയുമോ? അങ്ങനെ ജീവിതത്തെ നിശ്ചയിക്കുവാൻ കഴിയുമോ? പ്രിയമുള്ളവരെ, ഇന്നു മുതൽ അത് ചിന്തിച്ച് തുടങ്ങുക, ആ ആറ്റിറ്റ്യൂഡിലേക്ക് വരിക എന്നുള്ളതാണ്. ഈ കാലതാമസം എന്ന് പറയുന്നത് ദൈവം നമ്മെ എടുക്കുവാൻ വേണ്ടിയാണ്. നമ്മെ അനുഗ്രഹിക്കുന്നതിലേക്കായി ദൈവത്തിന് നമ്മെ ഒരുക്കിയെടുക്കേണ്ടതായിട്ടുണ്ട്. പല മറുപടികളും നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുവാൻ നമ്മെ പ്രിപ്പയർ ചെയ്തെടുക്കുവാനുള്ള കാലതാമസമാണ് വരുന്നത്. പ്രിയമുള്ളവരെ, പല അനുഭവങ്ങളിലൂടെ, പല കഷ്ടതകളിലൂടെ, പല വേദനകളിലൂടെ നാം ക്രിസ്തുവിൽ വളരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഞാനൊരു കൊച്ചു എക്സാമ്പിൾ പറയാം. നാം ഒരു കുഞ്ഞു വാഴ നട്ടു എന്ന് ചിന്തിക്കുക. ഒരു വാഴ നട്ടു, ഒരു 15 ദിവസമായി, വാഴ ചെറുതായിട്ട് വളർന്നു. അല്ല, ഒരു 1.5 മാസമായി. ഈ 1.5 മാസമായ വാഴയിൽ നമുക്കറിയാം അതിൻ്റെ ഗ്രോത്ത് എങ്ങനെയായിരിക്കും, അതിൻ്റെ തിക്നെസ് എന്തായിരിക്കും, അതിൻ്റെ ഹൈറ്റ്സ് എന്തായിരിക്കും. ഈ 1.5 മാസമായ ഒരു വാഴയിൽ ഒരു വലിയ കൊല വന്നെന്ന് ചിന്തിക്കുക. എന്ത് സംഭവിക്കും? അത് ഒടിഞ്ഞു പോകും. കാരണം ഈ വലിയ കൊലയെ, ഫലത്തെ താങ്ങി നിർത്തുവേണ്ട കപ്പാസിറ്റി ഈ വാഴയ്ക്കായിട്ടില്ല. ഒരു ചെറിയ പ്ലാവിൻ തൈ നിങ്ങൾ നടന്നു. ആ പ്ലാവിൻ തൈ നട്ട് 1 വർഷമായി. ആ 1 വർഷത്തിൻ്റെ ഗ്രോത്ത് നിങ്ങൾക്ക്, അതിനൊരു വലിയ ചക്ക കാഴ്ച, ഒരു വലിയ ചക്ക വന്നു എങ്കിൽ എന്താ സംഭവിക്കുക? അത് ഒടിഞ്ഞു പോകും. കാരണം അതിന് ആ ബ്ലെസ്സിങ്സ്, ആ ഫലത്തെ താങ്ങി നിർത്തുന്ന കപ്പാസിറ്റി ഇല്ല. ഇതുപോലെ തന്നെയാണ് ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മുടെ ടൈമിങ്സും ദൈവത്തിൻ്റെ ടൈമിങ്സ് നമ്മൾ വ്യത്യാസം എന്ന് പറയുന്നത്. ഇന്ന് ഞാൻ സമർപ്പിച്ച് എനിക്ക് നാളെ അനുഗ്രഹം വേണം, അടുത്ത ആഴ്ച വേണം, അടുത്ത മാസം വേണം. നോ. കാരണം ദൈവം നമ്മെ പ്രിപ്പയർ ചെയ്യണം. നമുക്ക് ഗ്രോത്ത് ഉണ്ടാവണം, നമുക്ക് സ്ട്രെങ്ത് ഉണ്ടാവണം. നാം ആ ഒരു കപ്പാസിറ്റിയിൽ എത്തുമ്പോഴാണ് ദൈവം നമുക്ക് മറുപടി നൽകുന്നത്, നമ്മുടെ പ്രാർത്ഥനകൾക്ക് മറുപടി നൽകുന്നത്. ഹബക്കൂക്ക് പ്രവാചന പുസ്തകം 1-ാം അധ്യായം 2-ാമത്തെ വാക്യത്തിൽ, യഹോവേ, എത്രത്തോളം ഞാൻ അയ്യം വിളിക്കുകയും നീ കേൾക്കാതിരിക്കുകയും ചെയ്യും, സാഹസ നിമിത്തം ഞാൻ എത്രത്തോളം നിലവിളിക്കുകയും നീ രക്ഷിക്കാതിരിക്കുകയും ചെയ്യുമെന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഇവിടെ പറയുകയാണ്, ഞങ്ങൾ നിലവിളിക്കുകയും
ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കാതിരിക്കുകയും ചെയ്യുന്നത് എത്രത്തോളം ഞങ്ങൾക്ക് സഹിക്കുവാൻ കഴിയുന്നില്ല. ഇതിൻ്റെ ഉത്തരമെന്ന് പറയുന്നത്, പ്രിയമുള്ളവരെ, ദൈവം നമ്മെ പണിയുവാൻ, നമ്മെ ഉടച്ചു വാർക്കുവാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. ഒരു ബ്ലെസ്സിങ്സ് തരുന്നതിന് മുൻപ് നമ്മെ ഉടച്ചു വാർക്കുവാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. നാം വളരണം, ഗ്രോത്ത് ഉണ്ടാകണം. അപ്പം ചില സമയത്തൊക്കെ നമുക്കറിയാം, നട്ട പ്ലാവിൻ തൈയുടെ ചുവട് വീണ്ടും നാം കിളച്ച്, അല്ലെ, ആ വാഴയുടെ ചുവട് കിളച്ച് മണ്ണിളക്കി അതിൻ്റെ വേരുകൾക്കൊരു വൈബ്രേഷൻ കൊടുത്ത് അതിന് വളവും വെള്ളവും ഒക്കെ ഒഴിച്ച്, അല്ലെ, അതിന് ഗ്രോത്ത്, അത് മതിയായ ഗ്രോത്ത് വരുന്ന ശേഷമാണ് അതിന് ഫലമുണ്ടാകുന്നത്. എങ്കിൽ മാത്രമേ ആ ഫലത്തിന് നിൽക്കുവാൻ കഴിയുകയുള്ളൂ. നമ്മുടെ ജീവിതത്തിലും നാം പലപ്പോഴും നമ്മുടെ വഴികൾ, നമ്മുടെ സമയമെന്ന് പറയുന്നത് ഒരിക്കലും ദൈവത്തിൻ്റെ സമയമായി ഒരുമിച്ച് പോകണമെന്നില്ല. നാം ചിന്തിക്കുന്ന സമയത്തല്ല, ദൈവം ചിന്തിക്കുന്ന സമയത്ത്, ദൈവം ആഗ്രഹിക്കുന്ന സമയത്ത് എനിക്ക് എൻ്റെ ദൈവം മറുപടി നൽകിയാൽ മതി എന്ന ആറ്റിറ്റ്യൂഡ് ഓരോ പ്രാർത്ഥന കഴിഞ്ഞ ഉടനെയും നമുക്കുണ്ടാകണം. അതാണ് പ്രാർത്ഥനയ്ക്കുള്ളിലെ ആറ്റിറ്റ്യൂഡ്. ദൈവത്തിൻ്റെ സമയത്ത്. അതിൻ്റെ മറ്റൊരു ചിന്ത, അങ്ങനെ ആ കാലതാമസം വരുമ്പോൾ നാം പ്രാർത്ഥിക്കാതിരിക്കരുത്. ഇനി ചില ഫോർമുലാസ് ഞാൻ പറയുകയാണ്. ഒന്ന്, മറുപടി ലഭിക്കുന്നത് വരെ നാം പ്രാർത്ഥന തുടർന്നുകൊണ്ടേയിരിക്കണം. നാം പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം, പ്രാർത്ഥന വിട്ടുകളയരുത്. രണ്ട്, നാം പ്രാർത്ഥിച്ചത് ലഭിക്കും എന്ന നിശ്ചയം, ഉറപ്പ് ലഭ്യമായി കഴിഞ്ഞാൽ പിന്നെ ആ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല. ഇത് വളരെ 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 ദൈവശാസ്ത്രത്തിൽ നിന്നുകൊണ്ട് ഞാൻ സംസാരിക്കുകയാണ്. ഞാനൊരു വിഷയത്തിനായി പ്രാർത്ഥിച്ചു, ആ വിഷയം എനിക്ക് മറുപടി ലഭിക്കുമെന്ന നിശ്ചയം എനിക്ക് കിട്ടി. ഇനി ഞാൻ ആ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതില്ല. ദൈവം അതിനെനിക്ക് ഉറപ്പായിട്ടും നൽകും. അടുത്ത വിഷയത്തിനായി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക. 3, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയം അത് ദൈവഹിതമല്ല എന്ന് ദൈവം നിങ്ങൾക്ക് വെളിപ്പെടുത്തി നൽകുന്നത് വരെ നിങ്ങൾ പ്രാർത്ഥന തുടരുക. ചിലതൊക്കെ നാം ദൈവഹിതമല്ലാത്ത പ്രാർത്ഥനകളൊക്കെ പ്രാർത്ഥിക്കാറുണ്ട്. അത് ദൈവം വെളിപ്പെടുത്തി തരുന്നത് വരെ പ്രാർത്ഥന തുടരുക. വെളിപ്പെടുത്തി നൽകിക്കഴിഞ്ഞാൽ അത് അവിടെ നിർത്തുക. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ സമയത്ത് മാത്രം എൻ്റെ പ്രാർത്ഥനകൾക്ക് മറുപടി നൽകിയാൽ മതി എന്ന ആറ്റിറ്റ്യൂഡ് നമ്മിലുണ്ടാകട്ടെ. രണ്ടാമത്തെ ആറ്റിറ്റ്യൂഡ്, രണ്ടാമത്തെ മനോഭാവം നമുക്കുണ്ടാകേണ്ടുന്നത് ദൈവത്തിൻ്റെ വഴികളിലൂടെയുള്ള മറുപടി മതി എന്നാഗ്രഹിക്കുക. ഒന്ന്, ദൈവത്തിൻ്റെ സമയത്ത്. 2, ദൈവത്തിൻ്റെ വഴികളിലൂടെയുള്ള മറുപടി മാത്രം എനിക്ക് മതി എന്നാഗ്രഹിക്കുക. പ്രിയമുള്ളവരെ, ദൈവം നമ്മുടെ പ്രാർത്ഥനകൾക്ക് മറുപടി നൽകുമ്പോൾ ദൈവത്തിൻ്റെ വഴികൾ എല്ലായ്പ്പോഴും ശ്രേഷ്ഠവും ഉന്നതവുമാണ് എന്ന് മനസ്സിലാക്കുക. യെശയ്യാ പ്രവചന പുസ്തകം 55-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യത്തിൽ, നിങ്ങളുടെ വഴികൾ എൻ്റെ വഴികളുമല്ല എന്ന് യഹോവ അരുളിച്ചെയ്യുന്നു. യുവർ വേസ് നോട്ട് മൈ വേസ്. നിങ്ങളുടെ വഴികളല്ല എൻ്റെ വഴികളെന്ന് വീണ്ടും വീണ്ടും ആവർത്തിച്ച് ദ ഹോളി ബൈബിൾ നമ്മളോട് പറയുന്നുണ്ട്. കാരണം ദൈവത്തിൻ്റെ വഴികൾ വളരെ ഉന്നതമായതാകുന്നു. പ്രാർത്ഥനയ്ക്കുള്ള മറുപടി വൈകുന്നതിന് കാരണം നാം ചിന്തിക്കുന്ന വഴികളിൽ നിന്നും വളരെ വ്യത്യസ്തവും ഉന്നതവുമായ വഴികളിലൂടെ നമ്മെ നടത്തുവാൻ വേണ്ടിയാണ് മറുപടി നൽകുവാനായിട്ട് വൈകുന്നത്. ഈ വേദഭാഗത്തിലേക്ക്, ഈ സംഭവത്തിൽ നാം നോക്കിയാൽ, സെഖരിയാവും എലിശബത്തും അവർ വിവാഹം കഴിഞ്ഞ് ചില വർഷങ്ങൾ കുഞ്ഞുങ്ങളെ കിട്ടാതിരുന്നപ്പോൾ ദൈവത്തോട് പ്രാർത്ഥിച്ച സമയം ചിന്തിക്കണേ. വിവാഹം കഴിഞ്ഞ് 2-3 വർഷമായി കുഞ്ഞുങ്ങളില്ല. ആ സമയത്ത് പ്രാർത്ഥിക്കുകയാണ്, ശക്തമായി പ്രാർത്ഥിക്കുകയാണ്. ആ പ്രാർത്ഥിച്ച് 3 വർഷം, വിവാഹം കഴിഞ്ഞ് 3-4 വർഷം കഴിഞ്ഞപ്പോൾ അവർക്കൊരു കുഞ്ഞ് കിട്ടുകയാണ്. ആ പ്രാർത്ഥന മറുപടി ഉടൻ കിട്ടിയെങ്കിൽ അവർക്ക് ജനിക്കുന്നത് ഒരു സാധാരണ യഹൂദ ശിശുവായിരിക്കുമായിരുന്നു. ഒരു സാധാരണ, അല്ലേ, നോർമലായിട്ടുള്ള ഒരു ജൂയിഷ് ബേബി ആയിരിക്കും അവർക്കുണ്ടാകുക. ഒരു സാധാരണ യഹൂദ ശിശു. ആ ശിശുവിന് എല്ലാ മാതാപിതാക്കളെ പോലെയും സെഖരിയാവും എലിശബത്തും ഒരുപാട് സ്നേഹിക്കും. ആ ശിശുവിനെ ഉയരങ്ങളിൽ എത്തിക്കാൻ വേണ്ടി ഒരുപാട് പരിശ്രമിക്കും. ഇന്ന് മക്കളെയൊക്കെ പഠിപ്പിച്ച്
ടോപ്പ് ലെവൽ എത്തിക്കുവാൻ വേണ്ടി എത്രയോ കൈകാലിട്ടടിച്ച് രാത്രിയെ പകലാക്കി ഇല്ലാത്ത സമ്പത്തൊക്കെ കണ്ടെത്തി ഇങ്ങനെ പരിശ്രമിക്കുന്നത് പോലെ സെഖരിയാവും എലിസബത്ത് ഒരുപാട് പരിശ്രമിക്കേണ്ടി വരുമായിരുന്നു. പക്ഷേ ഇവിടെ ഈ ദമ്പതികൾക്ക് തങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ദൈവം കാലതാമസം വരുത്തിയപ്പോൾ ദൈവം അവർക്ക് ഒരുക്കിയത് ആരെയെന്നറിയാമോ പ്രിയമുള്ളവരെ? ജോൺ ദ ബാപ്റ്റിസ്റ്റ്, യോഹന്നാൻ സ്നാപകൻ എന്ന ഒരു പൈതലിനെയാണ് ദൈവം ഒരുക്കിയത്. കസിൻ ഓഫ് ജീസസ്, ഏറ്റവും ഒടുവിലത്തെ പ്രവാചകൻ, ലോക രക്ഷിതാവിന് വഴിയൊരുക്കുവാൻ വന്നവൻ, ദൈവപുത്രൻ്റെ മുൻഗാമി, ലോകത്തിൻ്റെ രക്ഷകനെ ദൈവപുത്രനെ ലോകത്തിന് വെളിപ്പെടുത്തി പ്രഖ്യാപനം നടത്തിയ യോഹന്നാൻ സ്നാപകൻ എന്ന ദിവ്യമായ ഒരു അത്ഭുത ജന്മത്തെയാണ്, വ്യക്തിത്വത്തെയാണ് ഇതാ സെഖരിയാവിന് എലിസബത്തിനും കൊടുത്തത്. ആമേൻ പറഞ്ഞ പ്രിയമുള്ളവരെ, എത്ര വലിയവനായ ദൈവത്തിൻ്റെ വഴികൾ പ്രിയമുള്ളവർ. 10-20 വർഷത്തിന് മുമ്പ് ഞാൻ പ്രാർത്ഥിച്ച പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി ഉടൻ തന്നിരുന്നുവെങ്കിൽ എനിക്ക് കിട്ടുന്നത് ഒരു ചെറിയ നോർമലായിട്ടുള്ള ഒന്നായിരിക്കും. പക്ഷേ ദൈവത്തിൻ്റെ വഴി അതല്ലായിരുന്നു. ദൈവത്തിന് അറിയാമായിരുന്നു, ഇല്ല, ഈ സമയമല്ല, ഈ ദമ്പതികളെ ഒരു പ്രത്യേക കാര്യത്തിനായി ഉപയോഗിക്കണം. അതിനായി ദൈവം തൻ്റെ വഴികളിലൂടെ സഞ്ചരിക്കുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, ദൈവം കാലതാമസം വരുത്തിയപ്പോൾ ദമ്പതികൾക്ക് ലഭിച്ചത് ഒരു സാധാരണ പഴയ കുഞ്ഞിനെ അല്ല, മറിച്ച് ലോകമറിയപ്പെട്ട, യോഹന്നാൻ സ്നാപകനെക്കുറിച്ച് വേദപുസ്തകം പറഞ്ഞിരിക്കുന്നത് എരിഞ്ഞ് പ്രകാശിക്കുന്ന ഒരു വിളക്ക്. എരിയുക മാത്രമല്ല, അത് പ്രകാശം, ലോകത്തിന് പ്രകാശം നൽകുന്ന ഒരു വിളക്കായ ജോൺ ദ ബാപ്റ്റിസ്റ്റ്. നോക്കുക, ദൈവത്തിൻ്റെ വഴികൾ എത്ര ഉന്നതം, ആഴമുള്ളത്, അഗോചരമായത്. ബൈബിൾ നാം വായിക്കുമ്പോൾ ഹന്ന പ്രാർത്ഥിച്ചു. ദൈവം ഹന്നയുടെ പ്രാർത്ഥനയ്ക്ക് കാലതാമസം വരുത്തി. നൽകിയതോ പഴയ നിയമത്തിലെ ഒരു വലിയ പ്രവാചകനായ ശമൂവേലിന്. ആമേൻ. നമ്മുടെ പ്രശ്നം 2 കാര്യങ്ങളിലാണ്. ഒന്ന്, ചോദിക്കുന്നത് അല്പമാണ്, പക്ഷേ വേഗത്തിൽ നടക്കണമെന്ന അതിയായ ആഗ്രഹം. നാം ചോദിക്കുന്നത് അല്പമാണ് ചോദിക്കുന്നത്, പക്ഷെ അത് പെട്ടെന്ന് നടക്കണം. കാരണം നമ്മളൊക്കെ ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഇൻസ്റ്റൻറ്റ് വേൾഡാണ്. വേഗതയേറിയ ഒരു വേൾഡിലാണ് നാം ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ ഇൻസ്റ്റൻറ്റ് വേൾഡിൽ നമുക്ക് ദൈവം നമ്മുടെ പ്രാർത്ഥനകൾക്ക് മറുപടി തരണം, വളരെ ഇൻസ്റ്റൻ്റ് ആയിരിക്കണം എന്നുള്ള ഒരു കാഴ്ചപ്പാട് നമുക്കുണ്ട്. ഇന്ന് ഞാൻ പ്രാർത്ഥിച്ചു, വൈകുന്നേരം അല്ലെങ്കിൽ നാളെ അത് നടക്കണം. മാക്സിമം 1 വീക്ക് അല്ലെങ്കിൽ 1 മന്ത് ഐ എം റെഡി ടു വെയിറ്റ്. ബട്ട് അത് കഴിഞ്ഞാൽ എനിക്ക് ക്ഷമയില്ല. ഇതാണ് നമ്മുടെ പ്രശ്നം എന്ന് പറയുന്നത്. കാത്തിരിക്കുവാൻ ഒരുക്കമില്ല. ദൈവത്തിൻ്റെ വഴികളിലൂടെ ദൈവം അത്ഭുതം പ്രവർത്തിക്കട്ടെ എന്ന് നാം കാത്തിരിക്കുവാൻ ഒരുക്കമില്ല. പ്രിയരെ, ദൈവത്തിൻ്റെ സമയത്തിന് ഏൽപ്പിക്കുവാനുള്ള ഒരു ആറ്റിറ്റ്യൂഡ് നമുക്കുണ്ടാകണം. ദൈവിക വഴികളിലൂടെ വലിയവ നടക്കുന്നതിന് നമ്മെ ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡ് നമുക്കുണ്ടാകണം. അപ്പോൾ രണ്ടാമതായി ഞാൻ പറഞ്ഞത്, നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ മനസ്സിൽ ചിന്തിക്കണം, ദൈവത്തിൻ്റെ വഴികളിലൂടെ അത് സാധ്യമായാൽ മാത്രം മതി. എൻ്റെ വഴികളിലൂടെ അല്ല, എൻ്റെ സമയത്തിനല്ല, എൻ്റെ വഴികളിലൂടെ അല്ല. ആ ദൈവത്തിൻ്റെ വഴിയിൽ സാധ്യമാകുമ്പോൾ അതൊരു വലിയ മിറക്കിളായി മാറും, അതൊരു നന്മയായി മാറും. എഫേസ്യർ 3:20 പറഞ്ഞിരിക്കുന്നത്, എന്നാൽ നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി ചെയ്യുവാൻ നമ്മൾ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവന്. സെഖരിയാവും എലിസബത്തും ഒരു കുഞ്ഞിനെയാണ് ആഗ്രഹിച്ചത്, യോഹന്നാൻ സ്നാപകനല്ലായിരുന്നു. പക്ഷെ ദൈവം കണ്ടിരുന്നത് യോഹന്നാൻ സ്നാപകനെയാണ്. ഹല്ലേലൂയ, ആമേൻ. എത്ര വലിയ ഈ ഭാഗമൊക്കെ നമ്മൾ ഒരു വേറൊരു തലത്തിലൂടെയാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. അവർ ചോദിച്ചത് ഒരു സാധാരണ കുഞ്ഞിനെയാണ്. അവർ ഡ്രീം പോലും ചെയ്തിട്ടില്ലായിരുന്നു ജീസസിന്റെ ഒരു കസിൻ, ഒരു മുൻഗാമി, ഒരു പ്രവാചകൻ ഇങ്ങനെ തങ്ങളുടെ കുടുംബത്തിൽ വാരിശായി ഉണ്ടാകുമെന്ന് ഡ്രീം പോലും ചെയ്യാത്തത് ദൈവം കണ്ടിരുന്നു. അതാണ് ഗോഡ്സ് വേ, ദൈവത്തിന്റെ വഴി എന്ന് പറയുന്നത്. ദൈവം പറയുന്നു, ഞാൻ എൻ്റെ സമയത്തിലും ഞാൻ എൻ്റെ വഴികളിലും നിനക്ക് മറുപടി തരട്ടെ. ദൈവം നമ്മോട് ചോദിക്കുകയാണ്, ഒരേ ഒരു ചോദ്യമാണ്, ഞാൻ എൻ്റെ സമയത്തിലും ഞാൻ എൻ്റെ വഴികളിലും നിന്റെ പ്രാർത്ഥനകൾക്ക് മറുപടി തന്നോട്ടെ. ലെറ്റ് മീ ആൻസർ ഇൻ മൈ ടൈം ആൻഡ് മൈ വേസ്. ഏൽപ്പിച്ചു കൊടുക്കുക.
ഈ രണ്ടാമത്തെ ആറ്റിറ്റ്യൂഡ് നമുക്കുണ്ടാകണം. മൂന്നാമതായി, ദൈവം തൻ്റെ സ്വന്തം ശക്തിയാലും കഴിവിനാലും നമുക്ക് മറുപടി നൽകണമെന്ന് ആഗ്രഹിക്കുക. ഒന്ന്, ദൈവത്തിൻ്റെ സമയത്തിൽ നടക്കട്ടെ. രണ്ട്, ദൈവ വഴികളിലൂടെ നടക്കട്ടെ. മൂന്ന്, ദൈവത്തിൻ്റെ കഴിവിനാലും ശക്തിയാലും എൻ്റെ ജീവിതത്തിൽ മറുപടി നൽകിയാൽ മതി എന്ന് ആഗ്രഹം. ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാൻ ദൈവത്തിന് സഹായം ചെയ്തു കൊടുക്കുന്നവരാകരുത് നമ്മൾ. നിങ്ങൾ എപ്പോഴെങ്കിലും ഇത് കേട്ടിട്ടുണ്ടോ? ദൈവത്തെ ഹെൽപ്പ് ചെയ്യുന്നവർ, എൻ്റെ ജീവിതത്തിൽ ഒരു പ്രവൃത്തി ചെയ്യുവാൻ ദൈവത്തെ സഹായിക്കുന്നവർ, അങ്ങനെ ആകരുത് ഒരിക്കലും. ഞാൻ വിശദമാക്കാം. അതായത് പലപ്പോഴും പ്രാർത്ഥിച്ച ശേഷം, ഒരു വിഷയം ദൈവത്തിന് കൊടുത്ത ശേഷം, സ്വന്തം കഴിവിൽ സ്വന്തം ശക്തിയിൽ നിലയുറപ്പിച്ച് നിൽക്കരുത്. സ്വന്തം ശക്തിയിലും കഴിവിലും നിങ്ങൾ ആശ്രയിക്കരുത്. ദൈവം തൻ്റെ സ്വന്തം ശക്തിയാൽ നമുക്ക് മറുപടി നൽകട്ടെ. എങ്ങനെയുണ്ട് പ്രിയമുള്ളവരെ? അതിനെയാണ് മിറക്കിൾ എന്ന് പറയുന്നത്. ചിലരുണ്ട്, ഭയങ്കര കടഭാരം പ്രയാസമൊക്കെ ആയിരിക്കും. ദൈവമേ ഒരു മിറക്കിൾ പ്രവർത്തിക്കുക, ഒരു അത്ഭുതം പ്രവർത്തിക്കണമേ, അത്ഭുതം എന്നൊക്കെ പ്രാർത്ഥിച്ചിട്ട് ഇവരെന്ത് ചെയ്യുമെന്നറിയാമോ? ഈ പലിശയ്ക്ക് പണം കടം കൊടുക്കുന്നില്ലേ, ഇവരൊക്കെ പിന്നാലെ പോവും. ഇങ്ങനെ പോയി ഒരു ഹ്യൂജ് എമൗണ്ട് പോയി കടം വാങ്ങിച്ച് പലിശയൊക്കെ കയറി ഒരു വലിയ ട്രാജഡി പോയി അവസാനം ആത്മഹത്യയിലേക്കൊക്കെ പോകുന്നവരുണ്ട്. പ്രാർത്ഥിച്ചത് ഒരു മിറക്കിളിന് വേണ്ടിയാണ്. അപ്പം ഈ മിറക്കിളിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് ദൈവത്തിന് സഹായം ചെയ്യുവാൻ ഒരുങ്ങുന്നവർ, ദൈവമേ നിനക്കൊണ്ടെല്ലാം ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ കൂടെ ഹെൽപ്പ് ചെയ്യാം. മനുഷ്യൻ്റെ ആറ്റിറ്റ്യൂഡ് ഇതാണ്, ഞാൻ കൂടെ സഹായിക്കാം. ഇതിന് ചിലരൊക്കെ പറയുന്നുണ്ട്, നീ പ്രാർത്ഥിച്ചിട്ട് മിണ്ടാ, നീ അധ്വാനിച്ചുകൊണ്ട്. അധ്വാനം ഡിഫറൻറ്റ്. പക്ഷേ നാം ദൈവത്തിന് കഴിവ്, അല്ലെങ്കിൽ ദൈവത്തിന് സഹായിക്കുവാനായിട്ട്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കഴിവ് കുറവാണ്, ദൈവത്തിൻ്റെ ശക്തി കുറവാണ്, അതുകൊണ്ട് എൻ്റെ സഹായം, എൻ്റെ ബലം കൂടെ ഞാൻ കൊടുക്കട്ടെ എന്ന ചിന്ത തെറ്റാണ്. ആറ്റിറ്റ്യൂഡ് മാറ്റണം പ്രിയമുള്ളവരെ. ഇല്ലെങ്കിൽ നമുക്കിത് മിറക്കിൾ എന്ന് പറയുവാൻ കഴിയത്തില്ല. എന്നെക്കൊണ്ട് കഴിയാത്തൊരു സംഭവം ദൈവം എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിച്ചു കഴിയുമ്പോൾ, ദൈവം തൻ്റെ ശക്തിയാൽ പ്രവർത്തിക്കുമ്പോൾ അത് മിറക്കിളായി മാറുന്നത്. മരിച്ച ലാസർ 4 ദിവസമായി ആരെക്കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അവർ അതിൻ്റെ സബ്സ്റ്റിറ്റ്യൂട്ടും തേടിപ്പോയില്ല. മരിച്ചു, ഏൽപ്പിച്ചു കൊടുത്തു. അവിടെ ദൈവം വന്ന്, ദൈവം മാത്രം അവിടെ പ്രവർത്തിക്കുകയാണ്. ദൈവം നീ വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. ഓരോ മിറക്കിളിൻ്റെയും പിന്നാലെ നമ്മുടെ പാർട്ടെന്ന് പറയുന്നത്, നമ്മുടെ ഭാഗമെന്ന് പറയുന്ന ഉത്തരവാദിത്വം നമ്മൾ വിശ്വസിക്കുക. ബിലീവ് ഇറ്റ്, ട്രസ്റ്റ് ഇൻ ഗോഡ്, ദൈവത്തിൽ ആശ്രയിക്കുക. അതുകൊണ്ട് ദൈവത്തെ സഹായിക്കുന്നവരാകരുത്. ദൈവത്തിന് നമ്മുടെ സഹായം ആവശ്യമില്ല. ഇതെപ്പോഴും നാം മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ് പ്രിയമുള്ളവരെ. ഇവിടെ ഈ സംഭവത്തിൽ ഒരു യാഥാർത്ഥ്യം, ഒരു മനഃശാസ്ത്രത്തെക്കുറിച്ച് ഞാൻ പറയാം. ശഖരിയാവിനും എലിസബത്തിനും അസാധ്യം എന്ന നിലയിൽ എത്തുന്നത് വരെ ദൈവം മറുപടി നൽകുന്നില്ല, കാലതാമസം വരുത്തുകയാണ്. അസാധ്യം എന്ന് പറയുന്നത് എന്താണ്? വാർദ്ധക്യം വരെ. കാരണം ഈ ശഖരിയാവ് എലിസബത്തും പറയണം ഇനി അസാധ്യം, ഇതൊന്നും ഇനി മെഡിക്കൽ സയൻസിന് പോലും കഴിയത്തില്ല, ഒരു മരുന്നുകൾക്കും കഴിയില്ല എന്ന് പറയുന്നത് വരെ. ഈ കാലഘട്ടത്തൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങൾ അതിനെ തെറ്റായിട്ട് എടുക്കരുത്. നമ്മളൊരു കുഞ്ഞിനായി പ്രാർത്ഥിക്കുകയാണ്. കുഞ്ഞിനായി പ്രാർത്ഥിക്കുന്നു, 2 വർഷം 3 വർഷം 4 വർഷം പ്രാർത്ഥിച്ച് 5, 6, 6ാമത്തെ വർഷമൊക്കെ ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നറിയാമോ? ട്രീറ്റ്മെൻറ്റിന് വേണ്ടി പോകും. അപ്പം ട്രീറ്റ്മെൻറ്റ് ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്, ഒരു ഭാഗത്ത് പ്രാർത്ഥനകളൊക്കെ ഒരു നാൾ കഴിച്ച് വീണ്ടും നാം പ്രാർത്ഥിക്കുന്നുണ്ട്. ഇത് രണ്ടും കൂടെ ക്ലബ് ചെയ്ത് നമുക്കൊരു കുഞ്ഞ് നമുക്ക് കിട്ടുകയാണ്, അല്ലേ? ചോദ്യം, ഇതാരാണ് പ്രവർത്തിച്ചത്? ഹൂ ഡിഡ് ദിസ് മിറക്കിൾ? ഈസ് ഇറ്റ് എ മെഡിസിൻ ഓർ ഈസ് ഇറ്റ് ബൈ ഗോഡ്? ഞാനും പ്രസംഗിച്ചിട്ടുണ്ട്. പലപ്പോഴും നാം പ്രാർത്ഥനയോടെ മെഡിസിൻ ഉപയോഗിക്കുക, പ്രാർത്ഥനയോടെ പ്രവർത്തിക്കുക, ഇതൊക്കെ നാം ഒരു ഭാഗത്ത് പറയാറുണ്ട്, സത്യമാണ്. പക്ഷേ റെയർലി, വളരെ വ്യത്യസ്തമായി ചില സംഭവങ്ങളിൽ പ്രിയമുള്ളവരെ ദൈവത്തിന് പൂർണ്ണമായിട്ട് അങ്ങ് വിട്ടുകൊടുക്കുക. ദൈവം പ്രവർത്തിക്കേണ്ട കാര്യത്തെ നമ്മൾ ഏറ്റെടുക്കരുത്. അതാ ഞാൻ പറഞ്ഞു വരുന്നത്. ഇത്രയേ ഉള്ളൂ. ദൈവം പ്രവർത്തിക്കുക, ദൈവത്തിൻ്റെ ഉത്തരവാദിത്വം, ദൈവത്തിൻ്റെ ചുമതല നാം ഏറ്റെടുക്കുവാൻ പോകരുതേ. പല കാര്യങ്ങളും നാം പ്രാർത്ഥനയോടെ പ്രവർത്തിക്കേണ്ടതാണ്, സത്യം, അതൊരു ഭാഗത്ത് നിൽപ്പുണ്ട്, അതൊരിക്കൽ ഞാൻ നോ പറയുന്നില്ല. പക്ഷേ ദൈവം പ്രവർത്തിക്കേണ്ടതിനെ നാം ഏറ്റെടുക്കരുത്. ഇതാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പറയുവാൻ ആഗ്രഹിച്ചത്. ഇവിടെ
ഞാൻ പറഞ്ഞല്ലോ, അസാധ്യം എന്ന നില എത്തുന്നത് വരെ കാലതാമസം വരുത്തുകയാണ്. ദൈവം കുഞ്ഞിനെ നൽകിയത് എപ്പോഴാണ്? ഒരു കുഞ്ഞിന് ഗർഭം ധരിക്കുന്ന സാധ്യതകൾ അസ്തമിച്ചപ്പോൾ ദൈവം പ്രവർത്തിക്കുകയാണ്. അതുകൊണ്ടാണ് അവർ പറയുന്നത്, ഞങ്ങൾ വാർദ്ധക്യത്തിലായി ഗർഭം ധരിക്കുക അസാധ്യം. അസാധ്യമായ സ്ഥാനത്ത് ദൈവം പ്രവർത്തിച്ച് അതൊരു മിറക്കിളായി മാറുന്നു. ദൈവത്തിന് മാത്രമായ ആ ക്രെഡിറ്റ്, ആ മഹത്വം ചെല്ലുകയാണ്. അബ്രഹാം സാറായുടെ ജീവിതത്തിൽ 24 വർഷം കാത്തിരുന്നു. 24 വർഷം. വാർദ്ധക്യാവസ്ഥ എത്തിയപ്പോഴാണ് എന്ത് ചെയ്യുന്നത്? അവർക്ക് ഒരു കുഞ്ഞിനെ കിട്ടുന്നത്, ഇസഹാക്കിനെ കിട്ടുന്നത്. എത്ര സന്തോഷമായ അനുഭവം പ്രിയമുള്ളവരെ. വിശ്വാസികളുടെ പിതാവ് ബിക്കം ആരുടെ പിതാവായി മാറുകയാണ്? ദ ഫാദർ ഓഫ് ഐസക് അല്ലെ? ആ ഒരു അനുഭവത്തിലേക്ക് മാറ്റപ്പെടുകയാണ്. വാർദ്ധക്യത്തിലൊരു മിറക്കിൾ. പ്രിയരെ, നമ്മുടെ ജീവിതത്തിലൊക്കെ ചില വിഷയങ്ങൾക്കായി നാം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ വിഷയങ്ങൾ വഷളായി മാറാറുണ്ട്. വളരെ ക്രൂഷ്യൽ ആയി അത് തീരുന്ന ഒരു അനുഭവങ്ങളോട് നമ്മൾ ചെല്ലാറുണ്ട്. പക്ഷെ അവിടെ തളരരുത്, ഭയപ്പെടരുത്, തകർന്നു പോകരുത്. ഈ ചിന്ത നിങ്ങൾ മറക്കരുത്. ഞാൻ ആവർത്തിക്കുകയാണ്. നാം ഒരു വിഷയത്തിനായി നാം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു, മിറക്കിളിനായി, ഒരു അത്ഭുതത്തിനായി പ്രാർത്ഥിക്കുന്നു. ആ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ പ്രശ്നം വഷളാകുകയാണ്, ക്രൂഷ്യലാകുകയാണ്. ഒരു മനുഷ്യൻ മദ്യപാനം മാറുവാൻ അല്ലെങ്കിൽ മദ്യത്തെ വിട്ടു മാറുവാൻ വേണ്ടി നാം ശക്തമായി പ്രാർത്ഥിക്കുകയാണ്. ലഹരി ഉപയോഗത്തിൽ നിന്ന് മാറുവാനായി പ്രാർത്ഥിക്കുക. ഈ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വീണ്ടും വീണ്ടും ഇരട്ടി ഫോൾഡ് ഈ മനുഷ്യൻ മദ്യത്തിന് അടിമയായി മാറിക്കൊണ്ടിരിക്കുകയാണ്, ലഹരിക്ക് അടിമയായി മാറിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ കടഭാരം ഇരട്ടിയായി വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. ഞാൻ പറയട്ടെ, നിങ്ങൾ തളരരുത്, ഭയപ്പെടരുത്, തകർന്നു പോകരുത്. നിങ്ങൾ ഈ വിഷയത്തെ ദൈവത്തിൽ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ. കാരണം നിങ്ങളെ ശൂന്യതയിൽ ദൈവം ചില സമയങ്ങളിൽ നിങ്ങളെ കൊണ്ടെത്തിക്കും. ഇത് നിങ്ങളെ കൊണ്ട് ഇനി സാധ്യമല്ല എന്ന സ്റ്റേജിലെത്തിക്കും. ഒരു മദ്യപാനിയെ കൊണ്ട് നിങ്ങൾ ഉപദേശിച്ചു, ഒരു സൈക്കാട്രിസ്റ്റിനെ കൊണ്ട് ഉപദേശിച്ചു, ഒരു ഡോക്ടറെ കൊണ്ട് പറഞ്ഞു, മെഡിസിനുകൾ കൊടുത്തു, രഹസ്യമായും പരസ്യമായും മെഡിസിനുകളെല്ലാം കൊടുത്തു. ഒന്നും മാറ്റം ഉണ്ടായില്ല. വീണ്ടും അത് ഇരട്ടിയായിട്ട് ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഏറ്റവും ഒടുവിൽ നിങ്ങൾ ഒരു നിലപാടിലെത്തും, ഇത് സാധ്യമല്ല, ഇനി ഇത് സാധ്യമല്ല, ഈ മനുഷ്യൻ മരിച്ചു പോകും, ഞങ്ങളുടെ കുടുംബം ഇനി തകർന്നു, ഇനി രക്ഷപ്പെടുവാൻ കഴിയില്ല, സാമ്പത്തികമായി എല്ലാം തീർന്നു. ഈ അവസ്ഥ ശൂന്യതയിലെത്തുമ്പോൾ യു ക്യാൻ സീ ദ മിറക്കിൾ ഓഫ് ഗോഡ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ അത്ഭുതം നിങ്ങളുടെ ജീവിതത്തിൽ കാണുവാനായി സാധിക്കും. ദൈവശക്തിക്ക് വിട്ടുകൊടുക്കുക, ദൈവശക്തി ആഗ്രഹിക്കുക. പ്രിയമുള്ളവർ, 3 കാര്യങ്ങളാണ് നമ്മൾ ധ്യാനിച്ചത്. നമ്മുടെ പ്രാർത്ഥനയ്ക്കുള്ള മനോഭാവം, ദൈവത്തിൻ്റെ സമയത്തിന് ഏൽപ്പിച്ചു കൊടുക്കുക, ദൈവത്തിൻ്റെ വഴിക്ക് വിട്ടുകൊടുക്കുക, ദൈവശക്തിക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. ഏറ്റവും ഒടുവിലായി 4-ാമത്തേത്, ദൈവത്തിൻ്റെ ഉദ്ദേശപ്രകാരം മറുപടി ലഭിക്കണം എന്നാഗ്രഹിക്കുക. നാം പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ നമ്മുടെ ആറ്റിറ്റ്യൂഡ്, മനോഭാവം ഇതായിരിക്കണം: ദൈവമേ, അങ്ങയുടെ ഉദ്ദേശപ്രകാരം ഇത് നടന്നാൽ മതി. എത്ര പേര് പ്രാർത്ഥിക്കും? നമുക്ക് ആഗ്രഹങ്ങൾ ഒരുപാടുണ്ടാകാം, നമ്മുടെ ഇഷ്ടങ്ങൾ ഒരുപാടായിരിക്കാം, ഒരുപാട് ചെറുതും വലുതുമായിരിക്കാം, വേരിയേഷൻസ് ഉണ്ടാകാം. പക്ഷേ നാം പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ ദൈവത്തോട്, ദൈവമേ, നിൻ്റെ ഉദ്ദേശം മതി. നാം പലപ്പോഴും പാടാറുണ്ട്, നിൻ്റെ ഹിതം പോലെ എന്നെ നിത്യം നടത്തിയിടണമേ, എൻ്റെ ഹിതം പോലെയല്ലേ എൻ പിതാവേ എൻ യഹോവേ. മനോഹരമായ ഒരു പാട്ടാണല്ലേ? നിൻ്റെ ഹിതം പോലെ എന്നെ നിത്യം നടത്തിയിടണമേ, എൻ്റെ ഹിതം പോലെയല്ലേ എൻ പിതാവേ എൻ യഹോവേ. നാം പാടുന്ന എത്രയോ വർഷം കൊണ്ട് പാടുന്ന പാട്ടാണ്. പക്ഷേ എപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്ന എൻ്റെ ആഗ്രഹം നടക്കണം, എൻ്റെ ഇഷ്ടം നടക്കണം. ഒരിക്കലും വേണ്ട പ്രിയമുള്ളവരെ. ദൈവം തൻ്റെ മക്കൾക്കായി നല്ലത് മാത്രമേ ചെയ്യുകയുള്ളൂ. ഒരപ്പൻ, ഒരമ്മ തൻ്റെ മക്കൾക്ക് നല്ലതേ ചെയ്യത്തുള്ളൂ. പപ്പയുടെ ഇഷ്ടം പോലെ, അമ്മയുടെ ഇഷ്ടം പോലെ. ആ ഒരു കാഴ്ചപ്പാടിൽ നമ്മുടെ ജീവിതങ്ങൾ എത്തണം പ്രിയമുള്ളവരെ. അതാ ദൈവം ആഗ്രഹിക്കുന്നത്. ഇവിടെ ദൈവത്തിൻ്റെ ഉദ്ദേശപ്രകാരം മറുപടി ലഭിക്കണമെന്ന് ആഗ്രഹിക്കുക. മുഴുവൻ വേദപുസ്തകത്തെ നാം പരിശോധിച്ചാൽ ദൈവം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകുവാൻ 2 കാരണങ്ങളുണ്ട്. എന്തുകൊണ്ട് ദൈവം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകണം? അതിന് 2 കാരണം. ഒന്ന്,
ഫോർ അവർ ഗ്രോത്ത്, നമ്മുടെ വളർച്ചയ്ക്കായി, നമ്മുടെ നേട്ടത്തിനായി, നമ്മുടെ ഗെയിനിനായി, അല്ലെ, നമ്മുടെ ബ്ലെസ്സിങ്സിനായി, നമ്മുടെ അനുഗ്രഹത്തിനായി ദൈവം അത്ഭുതങ്ങൾ ചെയ്യുന്നു അല്ലെങ്കിൽ മറുപടി നൽകുന്നു. 2, ഫോർ ഹിസ് ഗ്ലോറി, ദൈവത്തിൻ്റെ മഹത്വത്തിനായി. അതായത് ദൈവത്തിന് മഹത്വം ലഭിക്കുന്ന പ്രാർത്ഥനകൾക്കാകണം മറുപടി എന്നതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അതായത് എൻ്റെ ജീവിതത്തിൽ ദൈവം ഒരു അത്ഭുതം പ്രവർത്തിക്കുമ്പോൾ അത് ദൈവത്തിന് മഹത്വം ഉണ്ടാകണം. എനിക്ക് ബ്ലെസ്സിങ്സ് തന്നെയാണ്, അത് ദൈവത്തിന് മഹത്വം കൂടെ ഉണ്ടാകണം. ദൈവത്തിന് മഹത്വം കരേറ്റാത്ത പ്രാർത്ഥനകളുടെ മറുപടി എനിക്ക് വേണ്ട എന്ന് പറയണം. അവിടെയാണ് ഒരു യഥാർത്ഥ ദൈവം എൻ്റെ തിരിച്ചറിവ്, പ്രിയമുള്ളവരെ. ഇവിടെ ദൈവം സെഖര്യാവിൻ്റെ എലിസബത്തിന്റെ പ്രാർത്ഥനകൾക്ക് മറുപടി നൽകുവാനുള്ള കാരണം എന്താണ്? 1, ദൈവത്തിന് യോഹന്നാൻ സ്നാപകനെ ആവശ്യമായിരുന്നു. ഹല്ലേലൂയ, ആമേൻ. ദൈവത്തിന് യോഹന്നാൻ സ്നാപകനെ ആവശ്യമായിരുന്നു. 2, ആ പൈതലിൽ ദൈവത്തിനൊരു വലിയ ഉദ്ദേശമുണ്ടായിരുന്നു. ദൈവത്തിനൊരു ഉദ്ദേശം. നാം ചോദിക്കുന്ന കാര്യങ്ങളിലൊക്കെ ദൈവത്തിനൊരു ഉദ്ദേശം ഉണ്ടാകണം, പ്രിയമുള്ളവരെ. അതാണ് നമുക്ക് ബ്ലെസ്സിങ്ങായി മാറുന്നത്. നമ്മൾ ജാതികൾ ആഗ്രഹിക്കുന്നത് പോലെ ലോകം ആഗ്രഹിക്കുക ഒരുപാട് വാരി വലിച്ചൊന്നും ചിന്തിക്കരുത്. യു ആർ എ ചൈൽഡ് ഓഫ് ഗോഡ്. നിങ്ങൾ ദൈവത്തിൻ്റെ പൈതൽ. ദൈവത്തിന് ഹിതകരമായത്, ദൈവ ഉദ്ദേശപ്രകാരം എൻ്റെ ജീവിതത്തിൽ കാര്യങ്ങൾ നടത്തപ്പെടണം. ജോസഫിനെ കുറിച്ച് ദൈവത്തിന് വലിയ ഉദ്ദേശമുണ്ടായിരുന്നു. അവനൊരു ദർശനം കൊടുത്തു കുഞ്ഞുനാളുകൾ. പക്ഷേ അവൻ്റെ ജീവിതം ആ ദർശനം കൊടുത്തതിനനുസരിച്ചല്ലായിരുന്നു. ഒരുപാട് കഷ്ടപ്പാടുകൾ. പൊട്ടക്കിണറ്റിലിടുന്നു, അവനെ കാശിന് വിൽക്കുന്നു, അവൻ മറ്റൊരിടത്ത് അടിമയായി പോകുന്നു, അവൻ കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെടുന്നു, അവൻ ചെയ്യാത്ത കുറ്റത്തെ ചെയ്തു എന്ന് പറയുന്നു. ഇങ്ങനെ ഒരുപാട് പ്രതിസന്ധിയുടെ ജോസഫ് കടന്നു. പക്ഷേ അനേക വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ ഉദ്ദേശം അവൻ്റെ ജീവിതത്തിൽ സാധ്യമാകുകയാണ്. ഒരത്ഭുതം നടക്കുകയാണ്. പൗലോസിൻ്റെ ജീവിതം പരിശോധിച്ചാലും ഇത് തന്നെയാണ്. ഒരുപാട് കഷ്ടപ്പാടുകൾ, പട്ടിണിയും, പൈതാഹം, തടവ്, കല്ലേറ്, അപമാനം, നിന്ന, ഇതൊക്കെ സഹിച്ച് ദൈവ ഉദ്ദേശം. പൗലോസിൻ്റെ 3 മിഷണറി യാത്രകൾ, ലോകസഭയുടെ ചരിത്രത്തെ തിരുത്തിക്കുറിച്ച 3 മിഷണറി യാത്രകൾ, ലോകസഭയുടെ ഫൗണ്ടേഷൻ എന്ന് പറയുവാൻ സാധിക്കും. അടിസ്ഥാനത്തിന് അത് തിരികൊളുത്തുന്ന പൗലോസ്. പ്രിയമുള്ളവരെ, നമ്മുടെ പ്രാർത്ഥനകളിൽ ദൈവ ഉദ്ദേശം നിറവേറുവാനുള്ള ഒരു മനോഭാവം നമുക്കുണ്ടാകണം. 4 കാര്യങ്ങളാണ് നിങ്ങളോട് പറഞ്ഞത്. 1, നാം പ്രാർത്ഥിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന 4 ആറ്റിറ്റ്യൂഡ്, മനോഭാവം. 1, ദൈവമേ അങ്ങയുടെ സമയത്തിന് എനിക്ക് മറുപടി നൽകിയാൽ മതി. 2, ദൈവമേ അങ്ങയുടെ വഴിയിൻ പ്രകാരം, അങ്ങയുടെ വഴിയിലൂടെ എനിക്ക് മറുപടി നൽകിയാൽ മതി. 3, ദൈവമേ അങ്ങയുടെ ശക്തിയാൽ എനിക്ക് മറുപടി നൽകണം. 4 ഒടുവിലായിട്ട് പറഞ്ഞ്, ദൈവമേ അങ്ങയുടെ ഉദ്ദേശപ്രകാരം എൻ്റെ ജീവിതത്തിൻ്റെ ഈ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകണം. ഇത്രയുമാകുമ്പോൾ നിങ്ങളുടെ ഒരു സാറ്റിസ്ഫാക്ഷൻ ഭയങ്കരമായിരിക്കും, പ്രിയമുള്ളവരെ. ഈ 4 ആറ്റിറ്റ്യൂഡും നിങ്ങളുടെ മനസ്സിൽ വെച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും ദൈവത്തെ കുറ്റം പറയുകയില്ല, ഒരിക്കലും നിങ്ങൾ നിരാശപ്പെടുകയില്ല, പ്രാർത്ഥനയിൽ നിങ്ങൾ ഒരിക്കലും തളർന്നു പോകുകയില്ല. നിങ്ങൾ ഓരോ നാളും വളർന്നുകൊണ്ടേയിരിക്കും. ഓരോ നാളും നിങ്ങൾക്ക് എക്സ്ട്രാ എനർജി കിട്ടിക്കൊണ്ടേയിരിക്കും. ത്രൂ ദ വേർഡ് ഓഫ് ഗോഡ്, ത്രൂ ദ പ്രെയർ, ത്രൂ ദ സ്പിരിറ്റ് ഓഫ് ഗോഡ്. അതിലൂടെയൊക്കെ നിങ്ങൾക്ക് ഭയങ്കരമായ ഒരു എനർജി കിട്ടിക്കൊണ്ടേയിരിക്കും. മറന്നു പോകരുത്. ദൈവത്തിൻ്റെ സമയം, ദൈവത്തിൻ്റെ വഴി, ദൈവത്തിൻ്റെ ശക്തി, ദൈവത്തിൻ്റെ ഉദ്ദേശം. ഇപ്രകാരം അനുഭവങ്ങളിലൂടെ നമുക്ക് പ്രാർത്ഥിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഇന്നത്തെ ചോദ്യം ഇതാണ്: പ്രാർത്ഥനാ സമയത്ത് സെഖര്യാ പുരോഹിതൻ്റെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ട ദൂതൻ്റെ പേര് എന്താണ്? പ്രാർത്ഥനാ സമയത്ത് സെഖര്യാവിൻ്റെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ട ദൂതൻ്റെ പേര് എന്താണ്? ഇതിൻ്റെ ഉത്തരം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കർത്താവ് നമ്മെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. കണ്ണുകളടയ്ക്കാം, ദൈവത്തോട് പ്രാർത്ഥിക്കാം. പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകുന്ന സർവശക്തനായ ദൈവമേ, കർത്താവെ, ഞങ്ങൾക്ക് പ്രാർത്ഥനയിൽ ഞങ്ങൾ മടുത്തു പോകാതെ വന്ന് ഞങ്ങളുടെ പ്രാർത്ഥനകൾ എപ്രകാരമുള്ളതായിരിക്കണമെന്ന് 4 ആറ്റിറ്റ്യൂഡ്സ്, 4 മനോഭാവത്തെക്കുറിച്ച് കർത്താവ് വെളിപ്പെടുത്തി നൽകിയവയ്ക്കായി സ്തോത്രം. 1, ദൈവമേ അങ്ങയുടെ സമയത്ത് നടക്കട്ടെ. 2, അങ്ങയുടെ വഴികളിൻ പ്രകാരം എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി സംഭവിക്കട്ടെ. 3, ദൈവമേ അങ്ങയുടെ ശക്തിയാൽ എനിക്ക് മറുപടി നൽകണമേ. 4, അങ്ങയുടെ ഉദ്ദേശപ്രകാരം എനിക്ക് മറുപടി നൽകണമേ. ദൈവമേ, ഈ 4 ആറ്റിറ്റ്യൂഡ്സ്
ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ട് പിടിച്ചുകൊള്ളുവാൻ, അതിൽ തന്നെ നിലയുറപ്പിക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് സഹായിക്കണമേ. ഈ ആറ്റിറ്റ്യൂഡിൽ നിന്നുകൊണ്ട് സത്യവേദ പുസ്തകത്തെ ജീവിതത്തോട് ചേർത്ത് പിടിക്കുവാൻ്റെ കൃപ, ശക്തി, കഴിവ് ദൈവം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ധ്യാനത്തിൽ പങ്കുചെന്ന എല്ലാ അവിടുത്തെ മക്കളെയും യേശുവിൻ്റെ നാമത്തിൽ അടിയൻ അനുഗ്രഹിച്ച് ആശീർവദിച്ച് പ്രാർത്ഥിക്കുന്നു. ഓരോരുത്തരുടെ പേരും ദൈവ സാന്നിധ്യം പകരണമേ, ദൈവകൃപ പകരണമേ അപ്പ. നന്ദിയോടെ സ്തുതിക്കുന്നു അപ്പ. ഞങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുന്നവരാകണം അപ്പ. പ്രഭാത വേളകളിലൊക്കെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുക, രാത്രിയുടെ യാമങ്ങൾ ഉണർന്ന് പ്രാർത്ഥിക്കുക. ഞങ്ങളുടെ സഞ്ചാര വേളകൾ, ഞങ്ങളുടെ ജോലിയുടെ വേളകളിലൊക്കെ കർത്താവെ എപ്പോഴും നല്ല പ്രാർത്ഥിക്കുന്ന മക്കളായി ഞങ്ങളുടെ ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. സകല മഹത്വം അങ്ങേക്ക് കരയറ്റുന്നു. നീ മതി യേശു യൂട്യൂബ് പിന്നിൽ പ്രവർത്തിക്കുന്ന ഞങ്ങളുടെ 2 യുവ സഹോദരങ്ങൾക്കായി, അവരുടെ കുടുംബാംഗങ്ങൾക്കായി സ്തോത്രം ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. അപ്പന്റെ കൃപ കൂടിരിക്കട്ടെ. സകല മാനവും മഹത്വം കരയറ്റുന്നു യേശു രക്ഷിതാവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമീൻ. കർത്താവിന്റെ പ്രാർത്ഥന ഒരുമിച്ച് ചൊല്ലാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം വിശുദ്ധീകരിക്കപ്പെടണം, തിരുരാജ്യം വരണം, തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണം. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണം. ഞങ്ങൾ കടക്കാരോട് ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണം. ഞങ്ങളെ പരീക്ഷയിൽ കടത്താതെ ദുഷ്ടങ്ങളിൽ നിന്ന് വിടുവിക്കണം. രാജ്യവും ശക്തിയും മഹത്വം ഇന്നും എന്നേക്കും അങ്ങേക്കുള്ളതല്ലോ. ആമേൻ. വിശ്വാസത്തോടെ ആശീർവാദം കൈക്കൊള്ളും. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിന്റെ കൃപാനുഗ്രഹം നിങ്ങളേവരോടും ഇന്നും സർവദാ സദാകാലം കൂടി ഇരിക്കുമാറാകട്ടെ. ആമേൻ. ആമേൻ. പ്രിയമുള്ളവരെ, ദൈവഹിത പ്രകാരം നമുക്ക് പ്രാർത്ഥിക്കാം. ഈ 4 ആറ്റിറ്റ്യൂഡും നമ്മുടെ മനസ്സിൽ നിന്ന് ഒരിക്കലും മാഞ്ഞു പോകരുത്. ദൈവകൃപയിൽ ആശ്രയിച്ചൊരു പ്രാർത്ഥനയെ തുടരാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിനായി നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. താങ്ക് യു വെരി മച്ച്.